ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീരാമദേവൻ സീതാദേവിയോട് ഹനുമാന് ബ്രഹ്മജ്ഞാനം ഉപദേശിക്കുന്നതിന് നിർദ്ദേശം നൽകിയിടത്താണ് നമ്മൾ ഇന്നലെ നിർത്തിയത് അല്ലേ. സച്ചിദാനന്ദമായ പരമാത്മ തത്വമാണ് ശ്രീരാമനെന്നും ദേവി ഈ തത്വം വെളിവാക്കുന്ന മൂലപ്രകൃതിയാണെന്നും സീതാദേവി പറയുന്നു. രാമായണ കഥ ചുരുക്കിയും പറയുന്നു. ശ്രീരാമൻ തന്നെ ഹനുമാനോട് താൻ പരമാത്മാവാണെന്നും ഈ വിശ്വം മുഴുവൻ അതിൻ്റെ പ്രതിബിംബങ്ങളാണെന്നും അറിയിക്കുന്നു. ഇത്രയും കേട്ട പാർവതി ദേവി രാമകഥ വിസ്തരിച്ച് കേൾക്കുന്നതിന് ആഗ്രഹിക്കുന്നു. അധ്യാത്മരാമായണം എന്ന കൃതി വ്യാസമഹർഷി സംസ്കൃത ഭാഷയിൽ എഴുതിയതാണെന്നും അതിൻ്റെ ഒരു സ്വതന്ത്ര വിവർത്തനമാണ് തുഞ്ചത്താചാര്യർ എഴുതിയ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നും പറഞ്ഞിരുന്നുവല്ലോ. എന്തിനു വേണ്ടിയാണ് ഇത് എഴുതിയത് എന്ന് വ്യാസഭഗവാന്റെ അധ്യാത്മരാമായണത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ശ്രീ ബ്രഹ്മാണ്ഡ പുരാണം ഉത്തരഖണ്ഡത്തിലാണ് ഇത് പ്രതിപാദിക്കുന്നത്. ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ദശരഥപുത്രനായി ഭൂമിയിൽ അവതരിച്ചു. ഭക്തന്മാരെ അനുഗ്രഹിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും സമർത്ഥമായിരിക്കുന്ന രൂപത്തെയും ശ്രീരാമചന്ദ്രൻ എന്ന നാമത്തെയും സ്വേച്ഛയാ സ്വീകരിച്ച് അവതാര കാര്യത്തെ സാധിച്ച് സ്വസ്ഥാനത്തെ പ്രാപിച്ചു. വിഷ്ണു ഭഗവാൻ ഈ അവതാരത്തിൽ ചെയ്ത ലീലയെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുടെ ജനന മരണ പ്രവാഹരൂപമായ സംസാര സങ്കടം നിശേഷം നശിക്കുമെന്ന് ജ്ഞാനദൃഷ്ട്യാ അറിഞ്ഞ വാൽമീകി മഹർഷി ആ ചരിത്രത്തെ 24,000 ശ്ലോകം കൊണ്ട് വർണ്ണിച്ചതിൽ ഭഗവാന്റെ മഹാത്മ്യത്തെ മന്ദമതികൾക്ക് നന്നായി ധരിക്കാൻ കഴിയാത്ത വിധത്തിൽ നിഗൂഢമാക്കി വച്ചിരിക്കുന്നതിന് കരുണാനിധിയായ വേദവ്യാസ മഹർഷി 6,000 ശ്ലോകങ്ങൾ കൊണ്ട് ഏവർക്കും മനസ്സിലാകാൻ സാധിക്കും വിധം ആക്കിയിരിക്കുന്നതാണ് ഈ ഗ്രന്ഥം. 6,000 ശ്ലോകമെന്ന് പറയുന്നുണ്ടെങ്കിലും 4,200 ശ്ലോകങ്ങളാണ് ഇതിൽ കാണപ്പെടുന്നത്. ശ്രീ നാരദ മഹർഷി ബ്രഹ്മലോകത്തിലെത്തി ബ്രഹ്മദേവനെ കണ്ട് മഹാഭയത്തെ ജനിപ്പിക്കുന്ന കലിയുഗം വന്നിരിക്കുന്നു. ഇക്കാലത്തിൽ സകല ജനങ്ങളും സത്യം പറയാതിരിക്കുന്നതിലും പരദൂഷണത്തിലും പരദ്രവ്യത്തെ ആഗ്രഹിക്കുന്നതിലും അന്യ സ്ത്രീകളിൽ താല്പര്യമുള്ള മനസ്സുള്ളവരും അന്യരെ ഉപദ്രവിക്കുന്നതിന് താല്പര്യമുള്ളവരും ആയിരിക്കുന്നു. ഇതിന് കാരണമായിരിക്കുന്നത് അവർ ദേഹം തന്നെ ആത്മാവെന്ന് വിചാരിക്കുന്നതിനാലും അതിൻ്റെ നാശത്തോടെ എല്ലാം അവസാനിക്കുന്നതിനാൽ പുണ്യപാപകർമ്മങ്ങളുടെ ഫലങ്ങളോ സ്വർഗനരകങ്ങളോ ഇല്ലെന്നും കരുതുന്നതിനാലാണ്. ദേഹത്തിന് പ്രത്യക്ഷത്തിലുള്ള ബാല്യ കൗമാര യൗവന വാർദ്ധക്യാദി വികാരങ്ങളുടെ സാക്ഷിയായും നിർവികാരിയുമായിരിക്കുന്ന ഒരാത്മാവുണ്ടെന്ന് അവർക്കറിയില്ല. അതിനാൽ മൃഗങ്ങളെപ്പോലെ ആഹാര നിദ്ര മൈഥുനാദി കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ചെയ്യുന്നതിനെല്ലാം താൽക്കാലിക സുഖം മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ടവരും സ്ത്രീകളും എല്ലാം അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്തവരും ദുരാചാരങ്ങൾ സ്വീകരിക്കുന്നവരുമാണ്. എങ്ങനെയാണ് ഇവർക്ക് രക്ഷയുണ്ടാവുക എന്ന നാരദരുടെ ചോദ്യത്തിന് മറുപടിയായാണ് അധ്യാത്മരാമായണം വിരിഞ്ഞു വരുന്നത്. ശിവഭഗവാൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയായാണ് ഇത് രചിച്ചിരിക്കുന്നത്. ശ്രീരാമതത്വത്തെ കരുതലാമലകം പോലെ ജനങ്ങളെ ധരിപ്പിക്കുവാൻ സമർത്ഥമായിരിക്കുന്ന അധ്യാത്മരാമായണം ഏതു കാലത്ത് വരെ ലോകത്തിൽ പ്രത്യക്ഷമാകാതിരിക്കുന്നുവോ അക്കാലം വരെ മാത്രം ബ്രഹ്മഹത്യാദി പാപം ലോകത്തിൽ വർദ്ധിക്കും. കലിയുടെ ഉത്സാഹം എങ്ങും പ്രവർത്തിക്കും. യമഭടന്മാർ ശൗര്യത്തോടുകൂടി ഭയമില്ലാതെ സഞ്ചരിക്കും. എല്ലാ ശാസ്ത്രങ്ങളും അതതിൻ്റെ മഹിമയെക്കുറിച്ച് അന്യോന്യം വാദിക്കും. രാമചരിതം മഹാന്മാർക്ക് പോലും അറിയുന്നതിന് പ്രയാസമായിരിക്കും. അധ്യാത്മരാമായണം ലോകത്തിൽ ആവിർഭവിക്കുന്നതോടുകൂടി മേൽ പറഞ്ഞ ദോഷങ്ങളൊന്നും തന്നെ നിലനിൽക്കില്ല.
വേദാദിശാസ്ത്രങ്ങളെല്ലാം പഠിക്കുന്നതിന് സമമാണ് അധ്യാത്മരാമായണ പഠനം. സീതാദേവിയുടെ കഥനം നമുക്ക് കേൾക്കാം. ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി, വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, ശ്രീരാമപാദഭക്തപ്രവരാ കേട്ടാലും നീ, സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം, നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ, നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം, ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ, സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും, എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ, എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു, തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം, തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ, ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും, ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം, ക്രുദ്ധയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം, ഗൗതമഭഗ്നിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പൊക്കു മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം, മുൽപ്പുക്കു തടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വൻപോടയോധ്യയും പൊക്കു 12 സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനത്, മാതാവു കൈകേയിയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മകനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടു തകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി, ദണ്ഡകാരണ്യം പുക്ക കാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയേ രക്ഷോവംശത്തെയൊടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം, പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ, ലക്ഷ്മണനവളുടെ നാസികാഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും, കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോടു ചൊന്നാൾ, മായയാ പൊന്മാനായി വന്നോരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ, മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം
മായാമാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ടു മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പൂതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു. ദക്ഷിണ ജലധിയിൽ സേതു ബന്ധനം ലങ്കാമർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്രാമാത്യ ഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ടയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിടിനാൻ ജഗന്നാഥൻ. യജനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽ ഗുരു നിർഗുണൻ ജഗദഭിരാമനവ്യയൻ ഏകനാനന്ദാത്മകനാത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വത് ഭൃംഗാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞോരു നിർവൃതനൊരു വസ്തു ചെയ്കയിൽ ഒരു നാളും. നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി. കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു. തൻ മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ. അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വമുപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടുര ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറിയടോ. തേജോരൂപിണിയാകുമെന്നുടെ മായതങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കവിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ. സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ. മൽഭക്തനായുള്ളവൻ ഇപ്പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേവിടും. നരന്മാരോടു പറഞ്ഞറിയിക്കരുതടോ പരമമുപദേശമില്ലിതിന്മീതയൊന്നും. ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം. സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷദം പാവഹരം ഹൃദ്യമാനന്ദോദയം. സർവവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരദം
അനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീധനഹാരി പാവി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗവൃന്ദാപകാരി സുവർണസ്തേയി ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല. യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുക പരമേശ്വരാദയാനിധേ പന്നകവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. നിർണയമതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മാഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരായുള്ളോർക്കർത്ഥവുമുണ്ടായി വരാ, കൃമൃണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാ. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരഗാത്രീ കേട്ടുകൊള്ളെന്നരുൾ ചെയ്തു. വേദാവു ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംഹിതമരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തുനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുക്തർത്ഥമായി ചമച്ചാനതിലിതു ചുരുക്കി രാമദേവൻ നമുക്കും ഉപദേശിച്ചിടിനാനേവം പുരാ. അധ്യാത്മരാമായണമെന്ന പേരിതിന്നിതം അധ്യയനം ചെയ്യുന്നോർക്കധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തിരോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടുമെത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. ഇനി ശിവൻ ചെയ്യുന്ന കഥാകഥനമാണ്, അത് നാളെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം